തേങ്ങാപ്പിരയും മുളകും കറിവേപ്പിലയും പൊടിക്കുന്നത് മിക്സിയിലല്ല, നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിന്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് നമ്മൾ ഉഴുന്നിന്റെ തൊണ്ട് കൊണ്ടുണ്ടാക്കിയ ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം ദോശപ്പൊടി രണ്ടും കൂടിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇന്നത്തെ റെസിപ്പി എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്? തമ്പിളേപ്പുട്ടി. അതായത് നമ്മുടെ കൊങ്ങണീസിന്റെ സ്പെഷ്യൽ ഒരു ഡിഷാണ് തമ്പിളേപ്പുട്ടി. മലയാളത്തില് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അരമുറി തേങ്ങ, 200 ഗ്രാം ഉഴുന്ന്, 150 ഗ്രാം മല്ലി, 150 ഗ്രാം കടലപ്പരിപ്പ്, ഉപ്പ്, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിന് പുളി, പിന്നെ കറിവേപ്പില, 10 ഉണക്കമുളക്. ഇത്രയുമാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. അടുത്ത് ഉഴുന്ന്, മല്ലി, കടലപ്പരിപ്പ്, ഇത് മൂന്നും കൂടി ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ കടലപ്പരിപ്പ് ആദ്യം ഇട്ടു. കടലപ്പരിപ്പ് നമ്മൾ ആദ്യം ഇടണമെന്ന് വെച്ചാൽ കുറച്ച് തിക്നെസ് കൂടുതലായതുകൊണ്ടാണ് കടലപ്പരിപ്പ് നമ്മൾ ആദ്യം ഇടുന്നത്. കടലപ്പരിപ്പ് നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം കടലപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഉഴുന്ന് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നും നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചുമന്ന കളർ വരുമ്പോൾ ഉഴുന്നും കടലപ്പരിപ്പും എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം മല്ലി നമുക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മല്ലി ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി. അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങാപ്പീരയും കൂടി ഇതിനകത്തോട്ടിട്ട്, തേങ്ങാപ്പീരയുടെ കൂടെ തന്നെ നമ്മൾ ഉണക്കമുളക്, കറിവേപ്പിലയും കൂടിയാണ് നമ്മൾ ഒരുമിച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. കടലപ്പരിപ്പിനും ഉഴുന്നിനും അത്രയും സമയം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് തേങ്ങാപ്പീര അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മുടെ തേങ്ങാപ്പീരയും മുളകും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റി വെക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പൊടിക്കണ അളവും വറക്കണ അളവും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മളെല്ലാം പൊടിച്ചെടുത്തേക്കണത്. അപ്പോൾ തേങ്ങാപ്പീര, മുളകും കറിവേപ്പിലയും നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മല്ലി നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം എടുക്കാം. നമുക്ക് മല്ലിപ്പൊടി നല്ലോണം പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി. ഇനി നമുക്ക് പൊടിക്കേണ്ടത് കടലപ്പരിപ്പ്, ഉഴുന്നും കൂടിയാണ്. കടലപ്പരിപ്പും പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. മല്ലിപ്പൊടിയുടെ പൊക്കത്ത് നമ്മൾ കടലപ്പൊടിയും കൂടി ഇട്ടു. കടലപ്പരിപ്പ് നമുക്ക് പൊടിക്കുമ്പോൾ കുറച്ച് തരി പോലെ വേണം, അധികം നൈസാക്കാൻ പാടില്ല. അതേപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ ഉഴുന്നാണ് പൊടിക്കാൻ വേണ്ടി പോണത്. ഉഴുന്നും പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ തരിയായിട്ടാണ് പൊടിച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് തേങ്ങാപ്പീരയും മുളകും. നമ്മൾ തേങ്ങാപ്പീരയും മുളകും കറിവേപ്പിലയും പൊടിക്കുന്നത് മിക്സിയിലല്ല, നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. തേങ്ങാപ്പീരയും മുളകും കറിവേപ്പിലയും നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എണ്ണ അതിനകത്തോട്ട് വന്നിട്ടുണ്ട് തേങ്ങയുടെ. ഇനി നമുക്ക് അതിനകത്തോട്ട് വാളം പുളിയും ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിൽ ഇടിച്ചെടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും മല്ലിയുടെയും പൊടി നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇനി ഇടിച്ച് നല്ലോണം എടുക്കും. എല്ലാം ഒരുമിച്ചിട്ട് ഇനി ഇടിച്ചെടുക്കും. നമ്മൾ തേങ്ങാപ്പീരയും ഉണക്കമുളകും കറിവേപ്പിലയും ആദ്യം നമ്മൾ ആട്ടുകല്ലിൽ ഇടിച്ചെടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് എണ്ണമയം നല്ലോണം വരും. അതുമാത്രമല്ല നല്ല രീതിയിലൊരു ടേസ്റ്റ് നമുക്ക് ഇടിച്ചെടുക്കുമ്പോൾ, അതായത് ആട്ടുകല്ലിൽ ഇടിച്ചിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. മിക്സിയിലിട്ടാലും നമുക്ക് ഇതേ രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫൈനൽ എന്ന് പറഞ്ഞത് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടെടുക്കുമ്പോൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല. ആട്ടുകല്ലിടുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യ രീതിയിൽ തന്നെ നമ്മൾ അവസാനം നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ട് പൊടിച്ച് ഇടിച്ച്
എടുക്കുന്നത്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇടിച്ച് പൊടിച്ച് നമ്മളെടുത്തു. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടാ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ആക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കേബേജിൻ്റെ ഉപ്പേരി, 2 തവി ചോറും, ഇനി അതിൻ്റെ പൊക്കത്ത് നമുക്ക് കുറച്ച് സാമ്പാറും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുൾ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിലായ വെണ്ടയ്ക്കയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് കൊണ്ടാട്ടം കൂടി ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഇനി നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ റിവ്യൂ ചെയ്ത് നോക്കാം. ബാക്കി എല്ലാവരും ആർഭാടത്തിന് വേണ്ടി വെച്ചതാണ്. ഏറ്റവും നല്ല കിടിലൻ കോമ്പിനേഷൻ കഞ്ഞിയുടെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയില്ല, നമ്മൾ ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചോറും കാബേജും കൊണ്ടാട്ടവും സാമ്പാറും കൂടിയാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ വേറൊരു കോമ്പിനേഷൻ വെച്ചാൽ സാമ്പാറും ചമ്മന്തിപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അതിൻ്റെ പക്കത്തൊരു പപ്പടവും കൂടി വന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ കിട്ടുന്ന ടേസ്റ്റ് പൊളിയായിരിക്കും. ചമ്മന്തിപ്പൊടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. പൊളി ടേസ്റ്റ്. ശരിക്കും ഇതിനൊക്കെ കൂടെ കഞ്ഞിയാണ് വേണ്ടത്. ഇന്നലെ നമുക്ക് കഞ്ഞിയായിരുന്നു, ഇന്നലെ നമുക്ക് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ കഞ്ഞിയായിരുന്നു മതി. കഞ്ഞിയുടെ കൂടെ കഴിക്കാനല്ലേ മഴയത്ത്. ആഹാ, കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ സാമ്പാറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്, പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഊണ് കഴിക്കുന്ന സമയം കൊണ്ട് അമ്മ ഇത് കുപ്പിയിലോട്ടാക്കി. കാരണം എന്ന് വെച്ചാൽ അധികം നേരം നമ്മൾ പുറത്ത് വെക്കാനും പാടില്ല, ഈർപ്പം കൊള്ളാൻ പാടില്ല. അതാണ് മെയിൻ കാരണം. നമ്മളിത് കുപ്പിയിലോട്ട് ആക്കിയെങ്കിൽ നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ഇത് തൊടാൻ പാടില്ല. നമ്മൾ ഉണങ്ങിയ സ്പൂൺ വെച്ച് തന്നെ ഇത് നമ്മൾ എടുത്ത് കഴിക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണും കൂടി നീക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. ഇത്രയും ദിവസം ഇവിടെ ഭയങ്കര മഴ എന്നിട്ടാണ്. ഇപ്പോൾ രാവിലെ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മഴ. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചെടി നടാൻ വേണ്ടി. അപ്പോൾ മഴവെള്ളം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇതിൻ്റെ പൊക്കത്ത് വെച്ച് ഭയങ്കര മഴ ചെയ്തുകൊണ്ട് നടാനൊന്നും പറ്റിയില്ല. ഇതിങ്ങനെ തുറന്ന് വെച്ചേച്ച്. അപ്പോൾ അതിനകത്ത് മൊത്തം മഴവെള്ളം കയറിയിട്ട് അപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നിട്ട്, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെടികളൊന്നും ഇതിനകത്തെടുത്തിട്ട് നടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും കുറച്ച് മഴയൊന്നും നിന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി തുളയൊക്കെ ഉണ്ടാക്കണം. അതായത് വെള്ളം പോകാൻ വേണ്ടി ഇതിൽ തുളയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, അതെല്ലാം ഉണ്ടാക്കണം. അതേപോലെ ചെടികളൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് എടുത്ത് നടണം. അപ്പോൾ കഴിഞ്ഞ ദിവസം VFPCക്ക് മേടിച്ച ചെടികളാണ് ഇതൊക്കെ. എടുത്തിട്ടാണ് നമുക്ക് അതിനകത്ത് നടാനുള്ളത്. ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ച് ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ മുളകുണ്ട്, പിന്നെ വെണ്ടയ്ക്കുണ്ട്, അങ്ങനെ കുറേ ചെടികളുണ്ട്. അതെല്ലാം എടുത്ത് ഇതിനകത്ത് നടണം. കുറച്ച് ദിവസം ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളമൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അതായത് ഉണ്ടോ, വഴുതനങ്ങയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, പൂക്കളെല്ലാം വരുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ മൊത്തം പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കണം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ അച്ചിങ്ങ നല്ല രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. ഇനി ഇതിനും നമ്മൾ കീടനാശിനിയൊക്കെ യൂസ് ചെയ്യണം. കീടനാശിനി വെച്ചാൽ അതിനകത്ത് കൂടുതലും വരുന്നത് ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഗോപുരമുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഉറുമ്പിൻ്റെ ശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു മരുന്ന് സെറ്റാക്കി എടുക്കണം. അതേപോലെ ചെറിയ ചെറിയ കീടങ്ങൾ, പുതിയ തരത്തിലുള്ള കീടങ്ങൾ വന്നിട്ടുണ്ട്. പൂമ്പാറ്റീനെ പോലെയുള്ള കീടങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ഈ സാധനമാണ് ഇതിനകത്ത് ഡേഞ്ചർ. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ പിടിക്കണം. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ കൈയോടെ കൊന്നുകളയണം. ഈ ജീവിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എനിക്ക് തോന്നുന്നത് ഈ ചെടികളുടെ ഇടയിൽ ഒരു 10-30 എണ്ണം ഉറപ്പായിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ ചെടിയാണ് ഈ പ്രാണി അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കൈയോടെ ഇതിനെ കൊന്നു കളയണം, അല്ലെങ്കിൽ ഇല മൊത്തത്തിൽ കടിച്ച് തിന്നു കളയും. പൂമ്പാറ്റയൊക്കെ പറന്ന് ഇതിനകത്തോട്ട് വരുന്നത്. ഇതുണ്ടല്ലേ, ഈ ടിന്നിൻ്റെ ടോപ്പ് വശം മാത്രം നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം നമുക്ക് തുളയിടാം. നമ്മൾ ഗ്രോ ബാഗ് മേടിക്കണമെങ്കിൽ 20 രൂപ തൊട്ട് 18 രൂപ തൊട്ട് 20 രൂപയുണ്ട് ഗ്രോ ബാഗിന്. അതേപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ അതിന് കുറഞ്ഞതൊരു 30 രൂപ അടുത്തുണ്ട്.
ഏറ്റവും മീഡിയം, നല്ല രീതിയിലുള്ള മീഡിയത്തിന്. അപ്പോൾ അത് 1 വർഷത്തേക്ക് നിൽക്കുള്ളൂ. അതേപോലെ ഗ്രോ ബാഗും 1 വർഷത്തേക്കൊക്കെ നിൽക്കുള്ളൂ ക്വാളിറ്റി. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കൊരു 2 വർഷം കിട്ടുമെന്നൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണത്. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അല്ലാണ്ട് ട്രാവലിംഗ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കടലൊന്നും മേടിച്ചാൽ നല്ല സ്ട്രോങ് സാധനമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പച്ചിലകൾ ആദ്യം എടുത്തിടണം. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒരു 1/4 ഭാഗം നമ്മൾ പച്ചിലെടുത്തിടും. ശേഷം നമ്മൾ അതൊക്കെ മണ്ണ് ഇതെന്ത് മിക്സ് ചെയ്തിട്ടാണ് അടിക്കണത്? വേപ്പെണ്ണയും സോപ്പും ഇല്ലേ, അതും കൂടി. ഓ, വേപ്പെണ്ണയും സോപ്പും കൂടി ഇതിനകത്തോട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണല്ലേ. നമ്മുടെ ഉറുമ്പിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് അല്ലേ? ഉറുമ്പിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഉറുമ്പ് ഓരോ സാധനത്തിനും കൊണ്ട് നിർത്തും. എന്തിനാണ്? നമ്മൾ നടാൻ വേണ്ടി പോണത് വെണ്ടയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം VFPC മേടിച്ച വെണ്ടയുടെ തൈയാണിത്. നമ്മൾ 6 ജാറാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം. ഇതിൽ 4 കൂടി വേണം. നമ്മുടെ മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ കുഴി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ചെടിയെടുത്ത് നമുക്ക് നടാം.